കല്യാണ ദിവസം രാവിലെ നമ്മളിതാ റെഡിയായിട്ട് ഇങ്ങനെ ഉമ്മർത്തിരിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി നേരത്തെ പോകണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവർ രണ്ടുപേരും റെഡിയാക്കി ഞാൻ റെഡി ആയി വന്നപ്പോഴേക്കും കുറച്ച് സമയം അധികമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സാരി കൊടുത്തിട്ടാണ് പോണത്. രാവിലെ തന്നെ പക്ഷേ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും ചെറുത് ഉറങ്ങി കേട്ടോ. പിന്നെ അവനെയും തോളി പിടിച്ചിട്ടായിരുന്നു എൻ്റെ അംഗങ്ങൾ. അങ്ങനെ നമ്മുടെ അല്ലൂസ് ദേ പോവുകയാണ് ഗൈസ്, ഞങ്ങൾ കല്യാണത്തിന് ജിനുവിൻ്റെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഉമ്മർത്ത് ഇങ്ങനെ ഇരുന്ന് നമ്മൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയി. നല്ല വെയിലാണല്ലേ ഗൈസ് പുറത്ത്. കാറിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വെയിൽ കൊണ്ട് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ട് അവിടെ കുറേ പിള്ളേർ സെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ഇങ്ങനെ ട്രോൾ ചെയ്യാട്ടോ, വിളിക്കാത്ത കല്യാണത്തിന് എന്തിനാണ് വന്നിരിക്കണം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എന്നെ വിളിച്ചിട്ടുണ്ടടാ, ഞാൻ അതുകൊണ്ടല്ലേ വന്നതെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് നോക്കുമ്പോൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടെ ഉള്ളിൽ പോയിരുന്നു. അപ്പോൾ അവരവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ കുറച്ച് കൽക്കണ്ടമൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. പിന്നെ വിശക്കണു എന്നൊക്കെ പറഞ്ഞു. അതങ്ങനെയാണല്ലോ, വീട്ടിലുള്ളപ്പോൾ ഒന്നും വേണ്ട, എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഒടുക്കത്തെ വിശപ്പായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ ഏറ്റവും ബാക്കിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ആ സ്റ്റെയറിൻ്റെ അവിടെ പോയി നിന്നു. കയറാമെന്ന് പറഞ്ഞിട്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അല്ലു വീണ്ടും എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവർക്ക് നാണം വന്നു. പിന്നെ നിങ്ങളതിനെ എന്തായാലും വീഡിയോയിൽ ഇടും കേട്ടോ. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡിങ് സെക്ഷനിലേക്കാണ്. ഒടുക്കത്തെ ചൂടായതുകൊണ്ട് കഴിക്കണോ വേണ്ടേന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പായസമൊക്കെ കുടിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ദേവട്ടം പിടിച്ച് വലിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ മെല്ലെ നൈസിൽ അവിടെ ഒരു ബ്രദറിൻ്റെ അടുത്ത് അവനെ കൊടുത്തിട്ട് ഞാൻ സമാധാനത്തിൽ ഫുഡ് കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പായസവും ചോറും എല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഇവർ ഫോട്ടോഷൂട്ട് എടുക്കാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.